നമസ്കാരം. ഇന്ന് നമ്മൾ സിനിമാ ലോകത്തെ ഒരു പ്രധാന ചിന്തകനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആന്ദ്രേ ബസാൻ. ബസാൻ. അദ്ദേഹത്തിന്റെ സിനിമാ സിദ്ധാന്തങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, അദ്ദേഹത്തിന്റെ ഒരുപാട് സ്വാധീനം ചെലുത്തിയ ലേഖനമില്ലേ, സിനിമാ ഭാഷയുടെ പരിണാമം? തീർച്ചയായും, ദി എവല്യൂഷൻ ഓഫ് ദ ലാംഗ്വേജ് ഓഫ് സിനിമ. അപ്പോ നിങ്ങൾ പങ്കുവച്ച വിവരങ്ങളൊക്കെ വെച്ച് നമുക്കിന്ന് ആ വിഷയത്തിലേക്കൊന്ന് ആഴത്തിലിറങ്ങിയാലോ? ഓ, തീർച്ചയായും, നല്ല ആശയമാണ്. നമ്മുടെ ലക്ഷ്യം എന്താ പറയാ, ബസാന്റെ പ്രധാന ആശയങ്ങളൊന്ന് മനസ്സിലാക്കുക. അദ്ദേഹം സിനിമയുടെ ചരിത്രത്തെ എങ്ങനെ കണ്ടു, പിന്നെ എന്തിനാണ് അദ്ദേഹം ഈ കൃത്രിമത്വമൊക്കെ ഒഴിവാക്കി യാഥാർത്ഥ്യത്തിന് ഇത്ര പ്രാധാന്യം കൊടുത്തത്, ഇതൊക്കെ നമുക്ക് ലളിതമായി ഒന്ന് നോക്കാം. ശരി. സാധാരണ നമ്മളൊക്കെ വിചാരിക്കുന്നത് സിനിമയിലെ ഏറ്റവും വലിയൊരു മാറ്റം, ഒരു വിപ്ലവം, അത് ശബ്ദം വന്നതാണെന്നല്ലേ? അതെ, പൊതുവെ അങ്ങനെയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളതും ചിന്തിക്കുന്നതും. എന്നാൽ ബസാൻ പറയുന്നത് അതല്ല ഏറ്റവും വലിയ വിഭജനം എന്നാണ്. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട വേറൊരു വേർതിരിവ് സിനിമയുടെ തുടക്കം മുതലേ ഉണ്ടായിരുന്നു എന്ന്. അവിടെയാണൊരു കൗതുകം. എന്തായിരുന്നു അത്? നമുക്ക് നോക്കാം. അപ്പോ ഈ പ്രധാന വേർതിരിവ് നിശബ്ദ സിനിമ, ശബ്ദ സിനിമ എന്നതല്ലെങ്കിൽ പിന്നെ എന്താണ് ബസാൻ കണ്ട വ്യത്യാസം? അതെ, ബസാന്റെ നിരീക്ഷണം അവിടെയാണ് രസകരം. അദ്ദേഹം സിനിമയെ രണ്ടായിട്ട് കണ്ടു. ഒന്ന്, സിനിമയുടെ ഇമേജിൽ വിശ്വസിച്ചവർ, അതായത് ദൃശ്യങ്ങളുടെ ശക്തിയിൽ അത് പ്രേക്ഷകനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൽ ഊന്നിയവർ. ഓക്കേ, ഇമേജ്. രണ്ട്, റിയാലിറ്റി അഥവാ യാഥാർത്ഥ്യത്തിൽ വിശ്വസിച്ചവർ, യാഥാർത്ഥ്യത്തെ അതുപോലെ പകർത്തുന്നതിലാണ് സിനിമയുടെ കഴിവെന്നും വിശ്വസിച്ചവർ. ഇമേജ് വേഴ്സസ് റിയാലിറ്റി. കൊള്ളാം. ഇത് കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും. അതെ, പക്ഷെ ഇത് സിനിമയെ നമ്മൾ സാധാരണ കാണുന്ന രീതിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ശരിക്കും ഈ ഇമേജ് വിഭാഗത്തിൽ ആരൊക്കെ വരും? അവരുടെ രീതികൾ അതെങ്ങനെയായിരുന്നു? ഈ ഇമേജ് ഗ്രൂപ്പിൽ തന്നെ രണ്ട് പ്രധാന രീതികൾ പറയുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം പ്ലാസ്റ്റിക്സ് എന്ന് വിളിക്കുന്നവർ, വിഷ്വൽ സ്റ്റൈലിസ്റ്റ് എന്ന് പറയാം. പ്ലാസ്റ്റിക്സ്. അതെ, അവർ പ്രാധാന്യം കൊടുത്തത് ഫ്രെയിമിനുള്ളിലെ ദൃശ്യങ്ങൾക്ക് ഭംഗി കൂട്ടുന്നതിനാണ്. മേക്കപ്പ്, സെറ്റുകൾ, ലൈറ്റിംഗ്, ക്യാമറ ആംഗിളുകൾ, പിന്നെ നടപ്പിലും ഭാവത്തിലുമൊക്കെയുള്ള പ്രത്യേക ശൈലി. ഓഹോ. ഇതൊക്കെ വെച്ച് ഓരോ ഫ്രെയിമും ഒരു പെയിന്റിംഗ് പോലെ മനോഹരമാക്കുക, യാഥാർത്ഥ്യത്തെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് അർത്ഥമുണ്ടാക്കുക. ഉദാഹരണത്തിന് ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് സിനിമകൾ. കാലിഗാരി പോലെയുള്ളവ. അതെ, ദ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗാരി. അതിലെ ആ വിചിത്രമായ സെറ്റുകളില്ലേ, വളഞ്ഞും പുളഞ്ഞുമിരിക്കുന്ന മതിലുകളും വാതിലുകളും, അതൊക്കെ ആ കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥ കാണിക്കാനാണ്. യാഥാർത്ഥ്യം അതേപടിയല്ല, അതിനെ സ്റ്റൈലൈസ് ചെയ്യാണ്. ശരി ശരി. അപ്പൊ രണ്ടാമത്തെ കൂട്ടരോ, ഇമേജ് വിഭാഗത്തിലെ? രണ്ടാമത്തെ കൂട്ടരാണ് മൊണ്ടാജിസ്റ്റുകൾ, എഡിറ്റിംഗ് സ്റ്റൈലിസ്റ്റുകൾ. മൊണ്ടാഷ്. അതെ, മൊണ്ടാജ്. ഇവരുടെ വിശ്വാസം സിനിമയുടെ യഥാർത്ഥ ശക്തി കിടക്കുന്നത് എഡിറ്റിംഗിലാണെന്നാണ്. ഓക്കേ. അതായത് പല പല ഷോട്ടുകൾ ഒരു പ്രത്യേക ക്രമത്തിൽ വെട്ടിച്ചേർത്ത് ഒരു ഷോട്ടിന് ഒറ്റയ്ക്ക് തരാൻ പറ്റാത്ത പുതിയൊരു അർത്ഥം അല്ലെങ്കിൽ ഒരു വൈകാരിക ആഘാതമുണ്ടാക്കുക. ഉദാഹരണം പറയാമോ? ഏറ്റവും നല്ല ഉദാഹരണം സെർജി ഐസൻസ്റ്റീനാണ്. അദ്ദേഹത്തിന്റെ ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ. തീർച്ചയായും. അതിലെ ആ ഒഡേസ സ്റ്റെപ്പ് സീൻ ഓർമ്മയില്ലേ? മറക്കില്ല. അവിടെ ഭയങ്കര വേഗതയുള്ള കട്ടുകളാണ്. ക്ലോസപ്പുകൾ, ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും കാണിക്കുന്നു. അതൊക്കെ ഭയം, അക്രമം, ഒരുതരം ആശയക്കുഴപ്പം ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ്. ശരിയാണ്. ഓരോ ഷോട്ടായിട്ടല്ല, ആ കൂട്ടിച്ചേർക്കലിലാണ് അവിടെ കാര്യം. അതെ, ആ ചേർത്തുവയ്ക്കലിലാണ് പുതിയ അർത്ഥമുണ്ടാകുന്നത്. അപ്പോ ഈ രണ്ടു കൂട്ടരും, പ്ലാസ്റ്റിക്സും മൊണ്ടാജിസ്റ്റുകളും, ഒരു തരത്തിൽ യാഥാർത്ഥ്യത്തെ മാറ്റിയെടുക്കുകയായിരുന്നു അല്ലേ? ഒന്ന് ദൃശ്യങ്ങളെ ഭംഗിയാക്കിയിട്ട് മറ്റേത് വെട്ടിച്ചേർത്തിട്ട്. തങ്ങളുടെ ആശയങ്ങൾക്കനുസരിച്ച് യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയെങ്കിൽ ആ രണ്ടാമത്തെ വിഭാഗം, റിയാലിറ്റിയിൽ വിശ്വസിച്ചവർ, അവരുടെ ലക്ഷ്യമെന്തായിരുന്നു? അവരെങ്ങനെയാണ് വ്യത്യസ്തരായത്? അവർ നേരെ തിരിച്ചാണ് ചിന്തിച്ചത്. യാഥാർത്ഥ്യത്തെ മ്യൂക്ലിസ്റ്റ് ഗ്രോസൺ, അതായത് പരമാവധി മാറ്റങ്ങളില്ലാതെ കാണിക്കുക, അതിന്റെ സ്വാഭാവികമായ സങ്കീർണതയോടെ അവതരിപ്പിക്കുക, അതായിരുന്നു ലക്ഷ്യം. റിയാലിറ്റിക്ക് പ്രാധാന്യം കൊടുത്തവർ. അതെ, റോബർട്ട് ഫ്ലാഹേർട്ടിയുടെ ഡോക്യുമെന്ററികൾ, നാനോക്ക് ഓഫ് ദി നോർത്തൊക്കെ, പിന്നെ മർണോയുടെ സൺറൈസ്, എറിക് വോൺ സ്ട്രോഹെയിൻ, ഇവരൊക്കെ നിശബ്ദകാലത്ത് തന്നെ ഈ വഴിക്ക് പോയവരാണ്. ഓക്കേ. പിന്നീട് ഷോൺ റെൻവ, പിന്നെ ഇറ്റാലിയൻ നിയോറിയലിസ്റ്റുകൾ, ഡിസിക്ക, റോസലീനി. നിയോറിയലിസം വളരെ പ്രധാനം. അതെ, ഇവരൊന്നും ദൃശ്യങ്ങളിൽ ഒരുപാട് കൃത്രിമത്വം കാണിച്ചില്ല, അല്ലെങ്കിൽ അർത്ഥമടിച്ചേൽപ്പിക്കുന്ന തരം ഫാസ്റ്റ് കട്ടുകൾ ഉപയോഗിച്ചില്ല. പകരം ഒരു രംഗം അല്ലെങ്കിൽ ഒരു സംഭവം
അതിന്റെ സ്വാഭാവികമായ ഒഴുക്കോടെ ദൈർഘ്യത്തോടെ കാണിക്കാൻ ശ്രമിച്ചു. അപ്പോ കാഴ്ചക്കാരന് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നു. കൃത്യമായി. ഇത് കാണുന്ന നിങ്ങൾക്ക് ആ രംഗം ശരിക്കും നിരീക്ഷിക്കാനും അതിലെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനും സ്വന്തമായിട്ടൊരു നിഗമനത്തിലെത്താനും അവസരം കിട്ടുന്നു. ഓക്കെ, ഇവിടെയാണ് ബസാന്റെ പ്രധാന വാദങ്ങളിലൊന്നു വരുന്നത്, അല്ലേ? അദ്ദേഹത്തിന് ഈ മൊണ്ടാഷ് രീതികളോട്, പ്രത്യേകിച്ച് ഐസൻസ്റ്റീൻ്റെയൊക്കെ പോലെയുള്ള അടിച്ചേൽപ്പിക്കുന്ന മൊണ്ടാഷിനോട് വലിയ താൽപ്പര്യമില്ലായിരുന്നു. എന്താണ് കാരണം? അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ബസാന്റെ ഒരു പ്രധാന വിമർശനം ഈ മൊണ്ടാഷ് പ്രേക്ഷകന്റെ ചിന്താസ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നു എന്നതാണ്. എങ്ങനെ? കാരണം എഡിറ്ററാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ എന്ത് കാണണം, എപ്പോൾ കാണണം, അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നൊക്കെ. ആ പ്രശസ്തമായ ഉദാഹരണമില്ലേ, കുലിഷോവ് ഇഫക്റ്റ്? ഓർക്കുന്നു. ഒരേ നടന്റെ നിർവികാരമായ മുഖം അത് കഴിഞ്ഞ് ഒരു പാത്രം സൂപ്പ് കാണിക്കുമ്പോൾ നമുക്ക് തോന്നും അയാൾക്ക് വിശക്കുന്നുവെന്ന്. ശരിയാണ്. അത് കഴിഞ്ഞ് ഒരു ശവപ്പെട്ടി കാണിക്കുമ്പോൾ അയാൾ ദുഃഖിതനാണെന്ന് തോന്നും. മുഖം ഒന്നുതന്നെ, പക്ഷെ തൊട്ടടുത്ത് വരുന്ന ഷോട്ട് അതിന് അർത്ഥം കൽപ്പിക്കുന്നു. അതെ അതെ. ഇത് യഥാർത്ഥത്തിൽ ജീവിതം പോലെയല്ല. ജീവിതം പലപ്പോഴും അവ്യക്തമാണ്, അല്ലേ? ഒരു നോട്ടത്തിന്, ഒരു മൗനത്തിന്, അതിനൊക്കെ പല അർത്ഥങ്ങളുണ്ടാകാം. ശരിയാണ്. മൊണ്ടാഷ് ഈ അവ്യക്തതയെ ഇല്ലാതാക്കുന്നു, അർത്ഥത്തെ ലളിതമാക്കുന്നു. ബസാനത് സ്വീകാര്യമായിരുന്നില്ല. കാരണം അത് സിനിമയുടെ യാഥാർത്ഥ്യത്തെ പകർത്താനുള്ള കഴിവിനെ ഇല്ലാതാക്കുന്നു. അതെ, സിനിമയ്ക്ക് യാഥാർത്ഥ്യത്തെ അതിന്റെ സങ്കീർണതയോടെ പകർത്താൻ കഴിയും. ആ കഴിവിനെയാണ് മൊണ്ടാഷ് ഇല്ലാതാക്കുന്നതെന്ന് ബസാൻ കരുതി. അപ്പോ പ്രേക്ഷകനെ വെറുതെ ഒരു സ്വീകർത്താവാക്കാതെ യാഥാർത്ഥ്യത്തെ അതിന്റെ സ്വാഭാവികതയിൽ അനുഭവിക്കാൻ വിടുക, അതാണോ ലക്ഷ്യം? ഒരു തരത്തിൽ അതെ. പ്രേക്ഷകന്റെ ബുദ്ധിയെയും നിരീക്ഷണ പാഠവത്തെയും ബഹുമാനിക്കുക എന്നൊരു ചിന്തയും അതിലുണ്ട്. ഈ ലക്ഷ്യം നേടാൻ റിയാലിറ്റി കാണിക്കാൻ അദ്ദേഹം ഏതൊക്കെ സിനിമാ സങ്കേതങ്ങളെയാണ് പ്രോത്സാഹിപ്പിച്ചത്, എടുത്തു പറഞ്ഞത്? അത് നമ്മളെ രണ്ട് പ്രധാനപ്പെട്ട ടെക്നിക്കുകളിലേക്ക് കൊണ്ടുവരും: ഡീപ്പ് ഫോക്കസ്, പിന്നെ ലോങ് ടേക്ക്. ഡീപ്പ് ഫോക്കസും ലോങ് ടേക്കും. ഡീപ്പ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിമിനുള്ളിലെ എല്ലാം, അതായത് മുൻപിലുള്ളതും ഫോർഗ്രൗണ്ട്, നടുക്കുള്ളതും മിഡിൽ ഗ്രൗണ്ട്, പിന്നിലുള്ളതും ബാക്ക്ഗ്രൗണ്ട്, എല്ലാം ഒരുപോലെ തെളിഞ്ഞു കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഷൂട്ടിംഗ്. സാധാരണ ഒന്നിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ബാക്കി ബ്ലർ ആവുമല്ലോ. അതെ, പക്ഷേ ഡീപ്പ് ഫോക്കസിൽ അങ്ങനെയല്ല, എല്ലാം വ്യക്തമായിരിക്കും. ഓക്കെ. ലോങ് ടേക്കോ? ലോങ് ടേക്ക് പേര് പറയുന്ന പോലെ തന്നെ കട്ട് ചെയ്യാതെ, എഡിറ്റ് ചെയ്യാതെ ഒരു ഷോട്ട് കുറേ നേരം, ദീർഘനേരം തുടർച്ചയായി എടുക്കുന്നത്. ശരി. അപ്പോൾ ഫ്രെയിമിലെല്ലാം ക്ലിയർ, കട്ടുകളും കുറവ്. എന്തുകൊണ്ടാണ് ബസാൻ ഈ രണ്ടെണ്ണത്തിന് ഇത്ര പ്രാധാന്യം കൊടുത്തത്? ഇവ എങ്ങനെയാണ് റിയാലിറ്റിയെ സഹായിക്കുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ സങ്കേതങ്ങൾ സമയത്തിന്റെയും സ്ഥലത്തിന്റെയും ടൈം ആൻഡ് സ്പേസ് ഒരു സ്വാഭാവികമായ തുടർച്ചയെ മാനിക്കുന്നു. ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നതുപോലെ ഒരു മുറിയിലോ ഒരു സ്ഥലത്തോ നടക്കുന്ന കാര്യങ്ങൾ മുറിച്ചുമാറ്റാതെ അതിന്റെ പൂർണ്ണതയിൽ കാണാനിത് സഹായിക്കും. ശരി. രണ്ട്, ഇതാണ് ഏറ്റവും പ്രധാനം, ഇത് നിങ്ങൾക്ക്, അതായത് കാഴ്ചക്കാരന് വലിയ സ്വാതന്ത്ര്യം തരുന്നു. അതെങ്ങനെ? സാധാരണ എഡിറ്റിംഗിൽ എഡിറ്റർ തീരുമാനിക്കും എവിടെ നോക്കണമെന്ന്. ക്ലോസപ്പിലൂടെ, കട്ടുകളിലൂടെ നമ്മുടെ ശ്രദ്ധയെ നയിക്കും. ഇവിടെ നോക്ക്, ഇതാണ് പ്രധാനം എന്നു പറയും പോലെ ശരിയാണ് നടക്കുന്നത് എന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കണ്ണിനും ബുദ്ധിക്കും കിട്ടുന്നു. ഓഹോ, അപ്പൊ എഡിറ്റർ നയിക്കുന്നതിനു പകരം നമ്മൾ സ്വയം കണ്ടെത്തുന്നു. അതെ, നമ്മളൊരു യഥാർത്ഥ ലോകം നിരീക്ഷിക്കുന്നത് പോലെ സിനിമ കാണാൻ പറ്റുന്നു. എന്ത് ശ്രദ്ധിക്കണം, എന്ത് പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നു. വെറുമൊരു സ്വീകർത്താവല്ല, അർത്ഥം കണ്ടെത്തുന്നതിൽ നമ്മളും പങ്കാളികളാവുന്നു. കൊള്ളാം. ഇത് യഥാർത്ഥ ജീവിതത്തിന്റെ ആ അവ്യക്തതയും സങ്കീർണതയും ഒക്കെ സിനിമയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. അതാണ് ബസാൻ വിശ്വസിച്ചത്. വളരെ വ്യക്തമായി. അപ്പോ കാഴ്ചക്കാരന്റെ പങ്കാളിത്തം, യാഥാർത്ഥ്യത്തോട് അടുപ്പം, ഈ സങ്കേതങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗിച്ചെന്ന് ബസാൻ കരുതിയ സംവിധായകരാരൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഹീറോസ്? ബസാൻ എടുത്തു പറയുന്ന പ്രധാനികളിൽ ഒരാളാണ് ഓർസൺ വെൽസ്. സിറ്റിസൺ കെയ്ൻ. അതെ, സിറ്റിസൺ കെയ്ൻ 1941. അതൊരു വിപ്ലവം തന്നെയായിരുന്നു. വെൽസും അദ്ദേഹത്തിന്റെ ക്യാമറാമാൻ ഗ്രെഗ് ടോളന്റും കൂടി ഡീപ്പ് ഫോക്കസും ലോങ് ടേക്കുമൊക്കെ അതുവരെ ആരും ഉപയോഗിക്കാത്ത രീതിയിലാണ് ഉപയോഗിച്ചത്. സിനിമയിലെ പല ഷോട്ടുകളിലും മുൻപിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അതേ ഫ്രെയിമിൽ തന്നെ ദൂരെ പിന്നിൽ കഥയ്ക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും നടക്കുന്നുണ്ടാവും. എല്ലാം ക്ലിയറായി കാണാം. ഓ, അത് കാണുന്ന നമുക്ക് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. അതെ, സ്വന്തമായി വ്യാഖ്യാനിക്കാൻ അവസരം കിട്ടും. അതുപോലെ പ്രധാനപ്പെട്ട ആളാണ് ഷോൺ റെൻവ. റെൻവ. അദ്ദേഹത്തിന്റെ ദി റൂൾസ് ഓഫ് ദ ഗെയിം 1939.
അതിൽ ഡീപ്പ് ഫോക്കസും കഥാപാത്രങ്ങളെ ഇങ്ങനെ പിന്തുടർന്നു പോകുന്ന ക്യാമറ ചലനങ്ങളും ട്രാക്കിംഗ് ഷോട്ട്സും ലോങ് ടേക്കുമൊക്കെ ഉപയോഗിച്ച് ഒരു സാമൂഹിക അവസ്ഥയുടെ സങ്കീർണത, അതിൻ്റെ ഒരു ഒഴുക്ക്, അതൊക്കെ ഒരു കൃത്രിമത്വവുമില്ലാതെ കാണിച്ചിട്ടുണ്ട്. ശരി. പിന്നെ തീർച്ചയായും ഇറ്റാലിയൻ നിയോറിയലിസം. അത് നേരത്തെ പറഞ്ഞല്ലോ. അതെ, ബസാനെ വളരെ പ്രിയപ്പെട്ടതായിരുന്നു അത്. ഡിസികെയുടെ ബൈസിക്കിൾ തീവ്സ് 1948 പോലെയുള്ള സിനിമകൾ. യഥാർത്ഥ ലൊക്കേഷനുകൾ, സാധാരണ നടന്മാർ. അതെ, യഥാർത്ഥ ലൊക്കേഷനുകൾ, പ്രൊഫഷണൽ അല്ലാത്ത നടന്മാർ, സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ, സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ, ഇതൊക്കെ വളരെ സത്യസന്ധമായി കൃത്രിമത്വം കുറച്ചു കാണിച്ചു. ലോങ് ടേക്കുകളും സ്വാഭാവികമായ ചിത്രീകരണ രീതികളുമായിരുന്നു അവരുടെയും പ്രത്യേകത. അപ്പോ ഈ സംവിധായകരൊക്കെ തങ്ങളുടെ രീതികളിലൂടെ യാഥാർത്ഥ്യത്തെ കൂടുതൽ ആഴത്തിൽ കാണിക്കാൻ ശ്രമിച്ചു. അതാണ് ബസാൻ കണ്ടത്. അതെ അതെ, ഗംഭീരം. അപ്പോ ബസാന്റെ കാഴ്ചപ്പാടിൽ സിനിമയുടെ ചരിത്രമെന്നത് നിശബ്ദം ശബ്ദം എന്നൊരു സ്ട്രേറ്റ് ലൈൻ അല്ല, മറിച്ച് കൃത്രിമത്വം യാഥാർത്ഥ്യം എന്ന രീതിയിലുള്ള ഒരു പരിണാമമാണ്. അദ്ദേഹം ഈ പരിണാമത്തെ എങ്ങനെയാണ് ഘട്ടങ്ങളായി തിരിച്ചത്? ശരിയാണ്. ബസാൻ സിനിമയുടെ ചരിത്രത്തെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് നോക്കിക്കണ്ടത്. അദ്ദേഹത്തിന്റെ ലേഖനം വെച്ച് നമുക്ക് ഏകദേശം ഇങ്ങനെ തിരിക്കാം. ഓക്കെ. ഒന്ന്, ഏകദേശം 1920-1930 നിശബ്ദ കാലഘട്ടത്തിന്റെ അവസാന ഭാഗം. ഈ സമയത്ത് സിനിമ അതിന്റെ ദൃശ്യപരമായ സാധ്യതകൾ, ആ ഇമേജ് സാധ്യതകൾ പൂർണ്ണമായി ഉപയോഗിച്ചു. പ്ലാസ്റ്റിക്സും മൊണ്ടാഷുമൊക്കെ. അതെ, ജർമ്മൻ എക്സ്പ്രഷനിസം പോലുള്ള പ്ലാസ്റ്റിക് രീതികളും സോവിയറ്റ് മൊണ്ടാഷ് പോലുള്ള എഡിറ്റിംഗ് രീതികളും അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ബസാന്റെ കാഴ്ചപ്പാടിൽ സിനിമയുടെ ഭാഷ വളരുകയായിരുന്നു, പക്ഷേ അത് യാഥാർത്ഥ്യത്തിൽ നിന്നകന്ന കൃത്രിമമായ ഒരു ഭാഷയായിരുന്നു. ശരി. അടുത്ത ഘട്ടം. 2, ഏകദേശം 1930-1940 ശബ്ദം വന്നു. ഹോളിവുഡിന്റെ സുവർണകാലം. കഥ പറച്ചിലിന്റെ ഒരു ഒഴുക്കിനു വേണ്ടി ക്ലാസിക്കൽ ഹോളിവുഡ് എഡിറ്റിംഗ് രീതികൾ, കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്, സ്റ്റാൻഡേർഡായി. ശബ്ദം വന്നതുകൊണ്ട് കുറച്ചുകൂടി യാഥാർത്ഥ്യബോധം വന്നു. പക്ഷേ ബസാന്റെ അഭിപ്രായത്തിൽ ഈ സിനിമകൾ പോലും പുറമേ കാണുന്നില്ലെങ്കിലും മൊണ്ടാഷിന്റെ അതേ തത്വങ്ങൾ ഉപയോഗിച്ചാണ് പ്രേക്ഷകരെ വൈകാരികമായി നിയന്ത്രിച്ചത്. യാഥാർത്ഥ്യം അതേപടി കാണിക്കുക എന്നതായിരുന്നില്ല അപ്പോഴും പ്രധാന ലക്ഷ്യം. ഓക്കെ. മൂന്നാമത്തെ ഘട്ടം ഏകദേശം 1940-1950. ഇതാണ് ബസാന്റെ കാഴ്ചപ്പാടിൽ യഥാർത്ഥ പരിണാമം നടന്ന കാലം. റിയലിസ്റ്റ് മുന്നേറ്റം. വെൽസ്, റെൻവ, നിയോറിയലിസ്റ്റുകൾ. അതെ, ഓഴ്സോൺ വെൽസ്, ഷോൺ റെൻവ, പിന്നെ ഇറ്റാലിയൻ നിയോറിയലിസ്റ്റുകൾ. ഇവരൊക്കെ ഡീപ്പ് ഫോക്കസ്, ലോങ് ടേക്ക് പോലുള്ള സങ്കേതങ്ങളിലൂടെയും അവർ തെരഞ്ഞെടുത്ത വിഷയങ്ങളിലൂടെയും സിനിമയെ യാഥാർത്ഥ്യത്തോട് കൂടുതൽ അടുപ്പിച്ചു. പുതിയ ടെക്നോളജിയെ, അതായത് ശബ്ദം, നല്ല ലെൻസുകളൊക്കെ യാഥാർത്ഥ്യത്തെ മറികടക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം അതിനെ കൂടുതൽ ആഴത്തിൽ പകർത്താൻ ഉപയോഗിച്ചു. ഇതാണ് സിനിമാ ഭാഷയുടെ യഥാർത്ഥത്തിലുള്ള പുരോഗതി എന്ന് ബസാൻ പറഞ്ഞു. കൊള്ളാം. ഈ ഒരു കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണ്. അപ്പോ കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ ഒരു കാതൽ, ബസാന്റെ ചിന്തയുടെ ആ ഒരു അടിസ്ഥാനം ഒന്നുകൂടി ചുരുക്കി പറയാമോ? തീർച്ചയായും. നമുക്ക് പ്രധാന പോയിന്റുകൾ ഇങ്ങനെ പറയാം. ഓക്കെ. 1, സിനിമയുടെ ചരിത്രത്തിലെ യഥാർത്ഥ വിഭജനം നിശബ്ദം വേഴ്സസ് ശബ്ദം എന്നല്ല, മറിച്ച് യാഥാർത്ഥ്യത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതിലാണ്. അതായത് കൃത്രിമത്വം ഉപയോഗിക്കുന്നവരും യാഥാർത്ഥ്യത്തെ പകർത്താൻ ശ്രമിക്കുന്നവരും തമ്മിലാണ് ആ വേർതിരിവ്. ശരി. 2, പ്രേക്ഷകന്റെ ചിന്തയെയും വികാരത്തെയും പൂർണ്ണമായി നിയന്ത്രിക്കുന്ന തരം എഡിറ്റിങ്ങിനെ, അതായത് മൊണ്ടാഷിനെ ബസാൻ വിമർശിച്ചു. കാരണം അത് ജീവിതത്തിന്റെ സ്വാഭാവികമായ അവ്യക്തതയെ ഇല്ലാതാക്കുന്നു. 3, യാഥാർത്ഥ്യത്തിന്റെ തുടർച്ചയെയും ആഴത്തെയും ബഹുമാനിക്കുന്ന, കാഴ്ചക്കാരന് സ്വന്തമായി നിരീക്ഷിക്കാനും വ്യാഖ്യാനിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ഡീപ്പ് ഫോക്കസ്, ലോങ് ടേക്ക് പോലുള്ള സങ്കേതങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഓക്കെ. 4, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച സംവിധായകനെന്നാൽ ഭയങ്കര ടെക്നിക്കൽ കഴിവുകൾ കാണിക്കുന്ന ആളല്ല, മറിച്ച് സിനിമ എന്ന മീഡിയം ഉപയോഗിച്ച് ലോകത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നയാളാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോകത്തെ ഭംഗിയായി വെട്ടിയൊട്ടിച്ച് കാണിക്കുന്നതിലല്ല കാര്യം. അല്ല, മറിച്ച് അതിനെ അതിന്റെ എല്ലാ സങ്കീർണതയോടെയും ചിലപ്പോൾ അവ്യക്തതയോടെയും നമുക്ക് മുന്നിൽ തുറന്നുവെക്കാനുള്ള സിനിമയുടെ ആ ഒരു കഴിവ്, അതിലാണ് ബസാൻ സിനിമയുടെ ശക്തി കണ്ടത്. അതെ, വളരെ ശരിയാണ്. ഇത് സ്വാഭാവികമായും നമ്മളെ ഒരു ചോദ്യത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്താണത്? ഏകദേശം 70 വർഷം മുമ്പ് എഴുതിയതാണല്ലോ ഈ ലേഖനം. ബസാന്റെ ഈ ആശയങ്ങൾക്ക്
ഇന്നത്തെ ഡിജിറ്റൽ സിനിമയുടെ കാലത്ത് എന്ത് പ്രസക്തിയാണുള്ളത്? നല്ല ചോദ്യം. സ്പെഷ്യൽ ഇഫക്റ്റുകളും ഭയങ്കര വേഗതയുള്ള എഡിറ്റിംഗും CGI-യും ഒക്കെ സിനിമയെ അടക്കി ഭരിക്കുന്ന ഈ കാലത്ത് യാഥാർത്ഥ്യത്തെ അതേപടി പകർത്തുക എന്ന ആശയത്തിന് ഇപ്പോഴും സ്ഥാനമുണ്ടോ? അതോ ബസാന്റെ റിയലിസം ഒരു പഴയ ചിന്താഗതിയായി മാറിയോ? അതെ, അതൊരു ചിന്തിക്കേണ്ട വിഷയമാണ്. തീർച്ചയായും. അത് നിങ്ങൾക്കും ആലോചിക്കാൻ ഒരു ചോദ്യമായി ഇവിടെ നിൽക്കട്ടെ. അടുത്ത തവണ ഒരു സിനിമ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മുന്നിൽ തുറന്നിട്ടിട്ട് അതിലെന്ത് കാണണം, എന്ത് കണ്ടെത്തണം എന്ന് തീരുമാനിക്കാൻ നിങ്ങളെ അനുവദിക്കുകയാണോ? അതെ. ബസാന്റെ കണ്ണുകളിലൂടെ സിനിമയെ കാണാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ സിനിമ ആസ്വാദനത്തെ തന്നെ മാറ്റിയേക്കാം. തീർച്ചയായും.